ഭാരതത്തിൻ്റെ തന്നെ പൈതൃക സംസ്കാരങ്ങളിലൊന്നാണ് കുംഭമേള. 12 വർഷം കൂടുമ്പോഴുള്ള പൂർണ്ണ കുംഭമേളകൾ ചേർന്നിട്ടാണ് 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള നടക്കുന്നത്. ഇന്ന് ഭാരതം സാക്ഷ്യം വഹിക്കുന്നത് മഹാകുംഭമേളയ്ക്കാണ്. ഒരുപാട് പേര് മഹാകുംഭമേളയിൽ വന്നെത്തി പോകുന്നുണ്ട്. അതിലൊരുപാട് സെലിബ്രിറ്റികളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിലായി കുംഭമേളയിൽ പോയി കഴിഞ്ഞാൽ അതൊരു ആക്ഷേപ രൂപേണ കണ്ടിരുന്നൊരു ഭാഗമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുംഭമേളയിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നവരൊക്കെ സംഘിയാണ്, അല്ലെങ്കിൽ BJP-ക്കാരാണ്, ഹിന്ദുത്വ ഉള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ പലപ്പോഴും കേരളത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ, അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് പോകുന്നു എന്ന് പറയാൻ തന്നെ നാണക്കേടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കേരളത്തിലുള്ള ആളുകളെല്ലാം തുറന്നു പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാരതം മാറിയിട്ടുണ്ട്. കാരണം 144 വർഷങ്ങൾക്ക് ശേഷം മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നടൻ ജയസൂര്യ മഹാകുംഭമേളയിൽ പങ്കെടുത്തുമായിട്ടുള്ള വിഷ്വൽസ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് ഇവിടെ നിന്നും കുംഭമേളയ്ക്ക് പോകാൻ മടിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ പോകുന്നത് പുറത്ത് പറയാൻ മടിച്ചിരുന്ന ആളുകൾ ഇന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ലോകത്തെ തന്നെ അറിയിക്കുന്ന രീതിയിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം കുംഭമേള തുടങ്ങിയ സമയത്ത് തൊട്ട് കാണുന്നതാണ്. നിരവധി സെലിബ്രിറ്റീസ് ആണ് അവിടെയൊക്കെ പോകുന്നത്. അവരവരുടെ പിക്ചേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയസിലൊക്കെ വരുന്നതുകൊണ്ട്. കാരണം ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു മതത്തെ അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ച് കാണേണ്ട ഒരു കാര്യമല്ല കുംഭമേള എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു 144 വർഷത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു കാര്യം. അപ്പൊ അതിലേക്ക് കൂടുതൽ ആൾക്കാർക്ക്, കാരണം നമുക്കിനി ഈ ജന്മത്തിലേക്ക് അത് പങ്കെടുക്കാൻ പറ്റില്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ ആൾക്കാർ അവിടേക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ. ഏകദേശം 30-40 കോടി ജനങ്ങളാണ് അവിടെ വന്നു പോകുന്നത്. തീർച്ചയായിട്ടും. അതിനുവേണ്ടി UP സർക്കാർ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സർക്കാർ വളരെ സർക്കാർ അതിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത് ഏകദേശം 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു GST തുക അവർ എസ്റ്റിമേറ്റ് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ രീതിയിലുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ മേളകൾ. ഉത്സവങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളെ എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഒരു ആത്മീയ ദർശനത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായി കൊണ്ടായിരിക്കാം ഈ ലോകരാജ്യങ്ങൾ വരെ കുംഭമേളയെ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നും വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ കുംഭമേള കാണാനായിട്ടും പഠിക്കാനായിട്ടും ഈ സാധനങ്ങൾ അനുഷ്ഠിക്കാനായിട്ടും പല ആളുകളും വന്നെത്തിച്ചേരുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആപ്പിളിൻ്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ അറിയപ്പെടുന്ന ആളുകൾ വരെ കുംഭമേളയിൽ വന്ന് പങ്കെടുത്തു പോകുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തെ സംബന്ധിച്ചാണെങ്കിലും ആളുകൾ എപ്പോഴും എത്തി നോക്കുന്ന ഒരു കാര്യമാണ്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ UP അല്ലെങ്കിൽ നോർത്തിലുള്ള ആളുകളായിരുന്നു ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അവരെ കേരളത്തിലുള്ള ആളുകൾ പലപ്പോഴും കളിയാക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ നഗ്നരായിട്ടുള്ളവർ, പ്രാകൃത രൂപത്തിലുള്ളവർ, അങ്ങനെ ഒരുപാട് കളിയാക്കലുകൾ ഈ രീതിയിൽ പോകുന്ന ആളുകളെ ആക്ഷേപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും പോകുന്നവരെ സംഖ്യയായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലത്തിന് അപ്പുറത്തേക്ക് ഇതൊരു കൂട്ടായ്മയാണെന്നും ഇതൊരു പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും നമ്മൾ ഉത്സവങ്ങൾ നടത്തുന്ന പോലെ ഒരു 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒന്നാണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതൊരു കൂട്ടമാണ്, ഇതൊരു എനർജി സോഴ്സാണ്. നമ്മൾ പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള അഘോരികളെയൊക്കെ റോഡിലേക്കൊക്കെ കാണുക എന്ന് പറയുന്നത് അത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്ഭുതമാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ, അതിനെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവർക്ക് എന്താണ്, ഭ്രാന്താണോ? അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് അഘോരികൾ ഇങ്ങനെയല്ല, അഘോരികൾ നമ്മൾ സാധാ ആൾക്കാർ കാണുന്ന വശത്തേക്ക് വരില്ല. പക്ഷെ അതൊരു ഇന്ത്യയിൽ തന്നെ എല്ലാവരും കൂടുന്ന ഒരു, നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തേക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ഉള്ളത്. അല്ല, അവിടെ വരുന്ന ആളുകളെ നോക്കുവോ, IIT പഠിച്ചവർ, എഞ്ചിനീയർ ആയിട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെയാണ് സന്യാസത്തിലേക്കൊക്കെ പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നിന്നും ഒരു ആത്മീയ ദർശനം, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പോകുന്ന ഒരു യാത്ര മാത്രമാണിത്, അല്ലേ? പ്രകൃതിയെ അറിയുവാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ചേർന്ന് ഒത്തൊരുമിച്ച് നിൽക്കുന്നു. അപ്പം ഈ നഗ്നമായിട്ട് പോകുന്നവരൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഇതൊരു ട്രെൻഡാണ്. ഒന്നാലോചിച്ച നാച്ചുറലിസ്റ്റുകൾ അങ്ങനെ പറഞ്ഞ് അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അതല്ല, അവരുടെ ഒരു പ്രൈവസിയാണ്. ഇപ്പം അതിനപ്പുറത്തേക്കൊരു സ്പിരിച്വൽ ലൈഫ് നോക്കുകയാണെങ്കിൽ അവർ എല്ലാ വർഷവും ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവരല്ല.
ഈ കുംഭമേള വരുമ്പോൾ മാത്രം ആ കുംഭമേളയുടെ സമയം അവർക്ക് വാച്ചില്ല, ഒന്നുമില്ല. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു സമയമാകുമ്പോൾ അവർ ആ ഒരു ഹിമാലയത്തിൻ്റെ ഭാഗത്തു നിന്നും പല ഭാഗത്തു നിന്നും അവർ ഒന്നിച്ച് ആ ഒരു ഭാഗത്ത് വന്ന് കൂടുന്നു, സ്നാനം ചെയ്യുന്നു. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ കുംഭമേള സമയത്ത് അവിടെ പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റും. ഈ നമ്മുടെ ആപ്പിളിന്റെ സ്ഥാപകൻ തന്നെ വന്ന സമയത്ത് ഈ കുംഭമേളയെ പറ്റി ആഗോളതലത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആഗോളതലത്തിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഭാരതത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. വേറെ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരം ഒരു കാഴ്ച കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി സ്നാനത്തിൽ പങ്കെടുത്തു, നമ്മുടെ രാഷ്ട്രപതി പങ്കെടുത്തു. അങ്ങനെ നമ്മുടെ പാർട്ടിക്ക് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെയും BJPയുടെയും CPMന്റെയും എല്ലാം മുതിർന്ന തലതൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കന്മാർ വരെ അവിടെ വന്ന് സ്നാനം ചെയ്ത് പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം രാഷ്ട്രീയത്തിനും അപ്പുറത്താണ്, ഒരു സംസ്കാരത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് എൻ്റെ മതം, നിനക്ക് നിന്റെ മതം, നമ്മൾ രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്തു പോകുന്നു. അതാണ് ഇന്ത്യയുടെ തന്നെ ഒരു ഭാരതത്തിന്റെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കുംഭമേള എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് ചേരുക. അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ ഈ ജയസൂര്യയുടെ വിഷയം ഏറ്റവും അധികം ചർച്ചയാവുന്നത്. കാരണം ജയസൂര്യ നമുക്ക് നന്നായിട്ട് അറിയാം, തന്റെ നിലപാടുകളൊക്കെ പല സ്ഥലത്തും ഉറപ്പിച്ച് പറയുന്നതാണെങ്കിലും നമ്മുടെ സർക്കാരിനെതിരെ തന്നെ, സർക്കാരിന്റെ പ്രതിനിധികളുടെ മുമ്പേ തന്നെ തന്റെ വിയോജിപ്പും തന്റെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന നല്ലൊരു തന്റെ നിലപാട് എപ്പോഴും തുറന്നു കാട്ടുന്ന ഒരാൾ തന്നെയാണ് ജയസൂര്യ. അതോടൊപ്പം തന്നെ തന്റെ ഈ ആത്മീയ തലത്തിലാണെങ്കിലും ഈ ജാതി മത വ്യത്യാസങ്ങളൊന്നും അത്തരം പരാമർശങ്ങളൊന്നും തന്റെ നിലപാടുകളിൽ കൊണ്ടുവരാത്ത ഒരാളാണ് ജയസൂര്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്കൊക്കെ പറയാൻ മടിയായിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആശയത്തെ പുറത്തേക്ക് പറയാം. എനിക്ക് കുംഭമേളയിൽ പോയിട്ട് നല്ലൊരു ആത്മീയ ചൈതന്യം ലഭിക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജിയാണ്. അദ്ദേഹം ആ ഒരു സാധന ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത്. സ്പിരിച്വൽ എനർജി കണക്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് എല്ലാവരുടെയും ഒരു കൂട്ടം, ഒരുപാട് മനുഷ്യർ പങ്കെടുക്കുന്ന ആ ഒരു ചിന്തയാണ്. ഇപ്പോൾ 144 വർഷത്തിന് ശേഷം മാത്രം ഇനി അടുത്തൊരു മഹാകുംഭമേള നടക്കുകയുള്ളൂ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു കുംഭമേള കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമുക്കിനി അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ അത് നമുക്ക് എന്തോ ഒരു നഷ്ടബോധം പോലെ പലർക്കും ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് പലരും കുംഭമേള തേടി പോകുന്നത്. ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് അത്ഭുതങ്ങൾ തേടി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം കുംഭമേളയിൽ വരുന്ന ഈ സന്യാസിമാർക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അഘോരികൾ അവിടെ വരുമെന്ന് വിചാരിച്ച് അവരെ കണ്ടുമുട്ടാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം അഘോരികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഒരു സങ്കല്പത്തിലുള്ള സിനിമകളിലൂടെ ആണെങ്കിലൊക്കെ പങ്കുവെച്ചിട്ടുള്ള ഒരു ഇതേ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കാശിയിലൊക്കെ പോകുമ്പോൾ കാണുന്നതൊക്കെ അവർക്ക് പ്രത്യേക എനർജികൾ ഉണ്ടെന്നും അവർക്ക് പ്രത്യേക കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകാൻ കഴിയുന്നവർ, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നവർ, അങ്ങനെയൊക്കെ അഘോരികളെ പറ്റി ഒരുപാട് റൂമേഴ്സൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ചെറുപ്പകാലം തൊട്ടേ കേട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ആഗ്രഹം കാണും, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മഹാകുംഭമേള ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ. ഇന്ന് തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്ക് അവിടെയാണ്. 300 കിലോമീറ്ററോളം കിടക്കുകയാണ് ട്രാഫിക് ബ്ലോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 300 കിലോമീറ്റർ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ അവിടെ വരുന്ന ജനങ്ങളുടെ ഒരു സോഴ്സ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു തിക്കും തിരക്കും, പല അപകടങ്ങളും അവിടെ ഇടയ്ക്കുണ്ടായി. കാരണം ഇത്രയും ആളുകൾ വരുന്നതല്ലേ, അതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഭാരതത്തെ ഇന്നും പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെടുന്നത്. കാരണം കുംഭമേളയിൽ വരുന്ന എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ ഒരാൾക്കും അവിടെ പ്രത്യേകതയില്ല. രാഷ്ട്രപതിയൊന്നോ പ്രധാനമന്ത്രിയൊന്നോ ഒന്നും ഒരു പ്രത്യേകതയില്ല. കാരണം അത് ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിൽ വരുന്ന, അല്ലെങ്കിൽ 144 വർഷത്തിന് ശേഷം വരുന്ന ഒരു മഹാമേളയാണ്. അവിടേക്ക് വരുന്ന എല്ലാവരും ഒരേപോലെയാണെന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ആ ഒരു ആത്മീയ ദർശനം കിട്ടുക എന്ന് പറയുന്നത് പലർക്കും വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. പലർക്കും സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ആ ആൾക്കാർ കൂടുതലായിട്ടും ഇത്തരം വാർത്തകൾ കാണുമ്പോൾ തന്നെ അവർ കൂടുതലും അന്വേഷിക്കും. അല്ലെങ്കിൽ കുംഭമേളയുടെ ഓരോ ദിവസവും എത്ര ദിവസമുണ്ടോ അത്രയും ദിവസവും വാർത്തകൾ കാണാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ഭാരതത്തിലുള്ളവരും. പിന്നെ ഈ ഗ്ലോബലി ഇത് കൂടുതലായിട്ട് വിഷയം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുള്ളവർക്ക് മഹാകുംഭമേളയിലേക്ക് എത്രയോ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പം മഹാകുംഭമേള വന്ന് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നിഖില വിമലിന്റെ സഹോദരി
സന്യാസം സ്വീകരിച്ച സമയത്ത് വളരെ ചർച്ചാ വിഷയമായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ കുടുംബത്തെ നമുക്കറിയാം, കൃത്യമായ രാഷ്ട്രീയം ഒക്കെ ഉള്ള കുടുംബമാണ്. പലപ്പോഴും നിഖില വിമലാണെങ്കിൽ കൂടെ പല ഒരു പരാമർശങ്ങൾ തന്നെ വിവാദത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സന്യാസം സ്വീകരിക്കുമ്പോഴാണെങ്കിലും അപ്പൊ നമ്മുടെ ഒരു ആത്മീയതയുടെ പല രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കുംഭമേള അത്തരത്തിൽ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ആത്മീയതയ്ക്കൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു സ്നാനം ചെയ്യുമ്പോൾ എന്തോ ഒരു എനർജി നമുക്കുണ്ടാവും. കാരണം ഇത്രയും ആളുകളുടെ എനർജിയാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള എനർജി ആയിരിക്കും. ആ ഒരു എനർജി അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നമ്മൾ പോയിട്ടില്ല, നമുക്ക് അതുകൊണ്ട് അത് എനർജിയെ നമുക്ക് പറഞ്ഞറിയിക്കാനും കഴിയുകയില്ല.